നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാൻ പോകുന്നതിനോട്ടാണ്. എത്ര നന്നായി ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ ക്ഷീണവും ബുദ്ധിമുട്ടുമാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. ഇതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വലിയ ക്ഷീണവും ബുദ്ധിമുട്ടുമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഡിറ്റേഷനുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഏത് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാൽ രണ്ടും മടക്കി വെച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞിരുന്ന് കൈകൾ രണ്ടും കാൽമുട്ടിലേക്ക് വെച്ച് കണ്ണടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ ഒരു മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് ആശ്വാസവും ശരീരത്തിന് നല്ല ഊർജ്ജവും ലഭിക്കാൻ കാരണമാകുന്നു. ഇതുപോലെയുള്ള ഒരുപാട് മെഡിറ്റേഷനുകൾ, യോഗകൾ ഒക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് അത് ചെയ്യാവുന്നതാണ്. രാവിലെ ഉണർന്നെണീച്ച ഉടനെ തന്നെ പച്ചവെള്ളത്തിൽ, ശുദ്ധമായ പച്ചവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. കിണറിൻ്റെ അടുത്ത് പോയി വെള്ളം കോരി ശരീരത്തിലേക്ക് ഇങ്ങനെ ഒലിപ്പിച്ചുള്ള ആ കുളിയുണ്ടല്ലോ, അത് ശരീരത്തിനും മനസ്സിനും വളരെയധികം ഊർജം ലഭിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ വരുന്ന രോഗികളോട് ചില പ്രത്യേക രോഗാവസ്ഥയിൽ ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്, രാവിലെ സൂര്യോദയത്തിന് മുന്നേ കുളിക്കാനും അതേപോലെ സൂര്യാസ്തമയത്തിന് മുന്നേ ഭക്ഷണം കഴിക്കാനും പറയാറുണ്ട്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പല രോഗങ്ങളും മാറ്റം സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. സൂര്യാസ്തമയത്തിന് മുന്നേ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പല ആളുകളും ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പല ആളുകളും ഇന്ന് അർദ്ധരാത്രിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായങ്ങളും ജങ്ക് ഫുഡൊക്കെ അധികരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. അസമയത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്നത് ഇത് പലതരത്തിലുള്ള രോഗങ്ങളുമാണ് യുവാക്കൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങുന്ന ശീലത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ ക്ഷീണം അനുഭവപ്പെടാനുള്ള കാരണം രാത്രി വൈകി ഉറങ്ങുന്നതും അതേപോലെ രാവിലെ വൈകി എണീക്കുന്നതുമാണ്. വൈകി എണീക്കുന്നതും ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ 9 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ പിറ്റേന്ന് മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതിയാൽ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അതിനുള്ളൊരു പോംവഴിയാണ് നമ്മൾ അലാറം സെറ്റ് ചെയ്യുക. അലാറം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബാക്കോട്ട് വെച്ച് ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അത് രാവിലെ എഴുന്നേൽക്കുന്ന ശീലത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയ രീതിയിൽ ഒന്ന് നടന്നു നോക്കൂ. എന്തൊരു അനുഭൂതിയായിരിക്കും അല്ലേ ആ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ. മാത്രമല്ല ശരീരത്തിന് ഇത് വളരെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. രാവിലത്തെ നടത്തം അധികം സ്പീഡിൽ നടക്കേണ്ട, വളരെ പതുക്കെ നടക്കേണ്ട, ഒരു മധ്യാവസ്ഥയിൽ സ്പീഡ് ക്രമീകരിച്ചുകൊണ്ട് നടന്നു നോക്കൂ. ഒരുപാട് ദൂരം നടക്കണം, നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും ദൂരം നടക്കുക. ഇതും ശരീരത്തിന് വളരെയധികം ഊർജം ലഭിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് സൈക്ലിംഗ് പറ്റുമെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം. ഇനി നീന്താൻ പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ കുളം അതുപോലുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീന്തി കുളിച്ച് നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കളികളിൽ, വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ ഭാരമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നതും നടക്കുക അല്ലെങ്കിൽ കുളിക്കുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാം. ഒരിക്കലും ശോകഗാനങ്ങൾ അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന ഗാനങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ആ ദിവസത്തെ മുഴുവൻ എനർജിയും അത് നഷ്ടപ്പെടും. അതിനു പകരം നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതും ഉറങ്ങി എഴുന്നേറ്റാലുള്ള ക്ഷീണത്തെ മറികടക്കാൻ സാധിക്കുന്ന ഒരു പോംവഴി തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റാലുള്ള ക്ഷീണത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ഓർമ്മിക്കുക, രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുകയും രാത്രി നേരത്തെ ഉറങ്ങുകയും ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാലുള്ള ഈ ക്ഷീണവും ബുദ്ധിമുട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അതേപോലെ രാവിലെ എഴുന്നേൽക്കുക എന്നത് ഒരു യുദ്ധസമാനമായ പ്രവൃത്തി ആയിരിക്കില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ നിന്ന് ലഹരി വസ്തുക്കളെ എടുത്തു കളയണം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ക്ഷീണവും നിരാശയും എന്ന് പറയേണ്ട പല രോഗങ്ങളെയും സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക.
ഉറങ്ങാൻ വേണ്ടി മെഡിസിനുകൾ കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ വലിയ ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. അതുകൊണ്ട് അത്തരം മെഡിസിനുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായി പ്രകൃതിപരമായ രീതിയിൽ തന്നെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ ഉണരാൻ വേണ്ടിയും ശ്രമിക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കാണാവുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.